മാനം തെളിഞ്ഞു, മനസ്സും നിറഞ്ഞു. കള്ളക്കർക്കിടം തകർത്തു പെയ്ത് വരുത്താവുന്ന നാശനഷ്ടങ്ങളൊക്കെ വരുത്തി കടന്നുപോയി. ചിങ്ങപ്പുലരി പിറന്നു. മുറ്റത്ത് പൂക്കളമൊരുക്കി ഓണത്തെ വരവേൽക്കാൻ മലയാളിയും ഒരുങ്ങി. മാവേലി മന്നൻ വാണിരുന്ന ആ കാലം, മനുഷ്യരെല്ലാം ഒന്നായ, കള്ളത്തരങ്ങളും കള്ളപ്പറയും പൊളിവചനങ്ങളുമില്ലാതിരുന്ന ആ ഭൂതകാലത്തിന്റെ അനുസ്മരണങ്ങൾ ഉണർത്തുന്ന പൊന്നിൻ ചിങ്ങമാസത്തിലെ ഓണം ഇതാ പടിക്കലെത്തി. ഓണക്കോടിയും പൂക്കളവും ഓണസദ്യയുമായി ഓണം ഇതാ വന്നുകഴിഞ്ഞു. ഓരോ ഓണവും ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന മലയാളി സദ്യയൊരുക്കാൻ പച്ചക്കറി വാങ്ങാൻ ചന്തയിൽ ചെല്ലുമ്പോഴാണ് ഞെട്ടിത്തുടങ്ങുന്നത്. പച്ചക്കറിക്ക് തീ പിടിച്ച വിലയാണ്. സ്വർണവില കൂടുന്നതുപോലെയാണ് പച്ചക്കറിയുടെ വില ഉയരുന്നത്. ഓണത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് നേന്ത്രക്കായ. ഉപ്പേരിയും ശർക്കര വരട്ടിയും ഇല്ലാതെ എന്തോണം? കായയ്ക്ക് കിലോവിന് 50 രൂപയിൽ കവിയുമെന്നാണ് കടക്കാർ പറയുന്നത്. തൊട്ടുകൂട്ടാൻ ഇഞ്ചിക്കറി മുതൽ ഒഴിച്ചുണ്ണാൻ ഒഴിച്ചുകറി, മെഴുക്കുപുരട്ടി, തോരൻ, കാളൻ, എരിശ്ശേരി, അവിയൽ മാത്രമല്ല എല്ലാ പച്ചക്കറികളും സമ്മേളിക്കുന്ന സാമ്പാർ, ഇവയെല്ലാം ഇലയിൽ വിളമ്പാൻ ഇത്തവണ മലയാളികൾ വിഷമിക്കും. എല്ലാവരുടെയും കീശ കാലിയാവുകയും ചെയ്യും. എന്തായാലും ഓണം ആഘോഷിക്കാതെ തരമില്ലല്ലോ. സമ്പൽ സമൃദ്ധിയുടെ ഗതകാല സ്മരണകൾ ഉണർത്തി വന്നെത്തുന്ന പൊന്നോണം അമിത വിലയുടെ തീപ്പൊരികളാണ് കോരിയിടുന്നത്. ആണ്ടിലൊരിക്കൽ വിരുന്നു വരുന്ന മാവേലിക്ക് ലജ്ജിച്ചു തല താഴ്ത്തി പാതാളത്തിലേക്ക് തന്നെ പോകേണ്ടി വരും. തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന പച്ചക്കറികൾക്ക് അതിർത്തി കടക്കുമ്പോൾ വില കൂടുന്ന മാന്ത്രിക വിദ്യ ഈ വർഷവും ആവർത്തിക്കും. അന്യദേശങ്ങളിൽ നിന്നും നേന്ത്രക്കുല നമ്മുടെ ജില്ലയിലെത്തുന്നത് വളരെ കുറഞ്ഞു. കൂടിയ വിലയ്ക്ക് വാങ്ങാൻ മറ്റു ജില്ലകളിൽ ആളുണ്ടെന്നതാണ് സത്യം. നാടൻ മാർക്കറ്റിനെ മാത്രം ആശ്രയിച്ച് ഓണം ആഘോഷിക്കേണ്ടി വന്നാൽ കറികളുടെ എണ്ണം കുറയ്ക്കേണ്ടി വരും. റംസാൻ പെരുന്നാളും ഇതിനിടയിൽ വന്നതിനാൽ പഴവർഗ്ഗങ്ങൾക്കും തീ വിലയായി. നോമ്പ് തുറക്കാൻ ഫ്രൂട്ട്സ് അത്യാവശ്യ ഘടകമായി. അതുകൊണ്ട് ഫ്രൂട്ട്സ് വിപണിക്കും ഗ്ലാമർ കൂടി. ചിങ്ങം പിറന്നതു മുതൽ ചിണങ്ങി പെയ്യുന്ന മഴയെ വകവയ്ക്കാതെ മണിക്കൂറുകൾ ക്യൂ നിന്ന് മാവേലി സ്റ്റോറിൽ നിന്നും നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്ന മലയാളിക്ക് വില എത്ര വർദ്ധിച്ചാലും പച്ചക്കറി വാങ്ങാതെ തരമില്ല. വില വർധനവിന്റെ ഈ സാഹചര്യത്തിലും ഓണം എന്നും പൊന്നോണമായി ഓരോ മലയാളിയുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. എല്ലാവർക്കും ഐശ്വര്യത്തിന്റെ ഓണാശംസകൾ.